രണ്ട് മരുന്ന് നമ്മൾ കാണിച്ചിരുന്നു. രണ്ട് മരുന്ന് പറഞ്ഞാൽ ഒന്ന് ചുടുകാട് റോസ എന്ന് പറയുന്നത് ഒന്ന്, അതിന് വേറെയും പേരുണ്ട്. ഈ ചുടുകാട് റോസ എന്ന് പറയുന്നത് വീട്ടിലാരും നടാറില്ല. അതിന് ചവന്നാറി എന്നും പറയും, കല്ലറപ്പച്ച എന്നും പറയും. ചവന്നാറി എന്നും പറയും, കല്ലറപ്പച്ച എന്ന് പറയും, അട്ടനാറി എന്ന് പറയും, പിണന്നാറി, അട്ടനാറി എന്നൊക്കെ പറയും. ഇത് വയറ്റാട്ടിമാരെന്ന് പറഞ്ഞ മരുത്തുമാർ ഉപയോഗിക്കുന്ന പച്ചിലയാണത്. അത് പ്രസവം നടക്കാത്ത വീട്ടിൽ അവർ പോകുമ്പോൾ, മരുത്തത്തിമാർ പോകുമ്പോൾ അവരെ വയറ്റാട്ടിമാരെന്ന് പറയാം, ഈ ചാറുടെ പച്ചിലൂടെ എടുത്തുകൊണ്ട് പോകും. ഇനി വേറൊരു പച്ചിലയുണ്ട്. അത് ഈ ആയുർവേദമൊക്കെ പഠിച്ചിറങ്ങുന്ന ഡാക്ടർമാർക്ക് അറിയാൻ സാധിക്കില്ല. കുടുംബ വൈദ്യന്മാരായിരുന്നിട്ടുള്ളത്, വൈദ്യന്മാരുടെ കുടുംബത്തിലുള്ള ഡാക്ടർമാരാണെങ്കിൽ അവർ പഠിച്ചിറങ്ങും മുമ്പേ അവർക്കത് അറിയാൻ സാധിക്കും. കടലാടി എന്ന് പറയുന്നൊരു മരുന്നുണ്ട്. അത് വയറ്റാട്ടിമാർ കൈകാര്യം ചെയ്യുന്ന നാട്ടുവൈദ്യന്മാരാണ്, മക്കൾക്ക് അറിയാവും, അവർക്കറിയില്ല. ഈ കടലാടി അരച്ചിട്ടു യോനി തന്നിൽ തടവുകൾ, എന്നാൽ തക്ഷണത്തെങ്കിൽ ഉടനെ പ്രസവിച്ചിടുന്നതാണ്. ഇത് കടലാടിയുടെ ചാറുകലയും ഈ കല്ലറപ്പച്ച എന്ന് പറയുന്ന ചുടുകാട്ട് റോസ, ഇതിൻ്റെ രണ്ടിൻ്റെ ചാറെടുത്ത് നാഭിയിൽ പുരട്ടിയാൽ സുഖപ്രസവം നടക്കുമെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. പക്ഷേ കടലാടിക്ക് വേറൊരു ഗുണം കൂടെ ഉണ്ട്. കടലാടി ശമിപ്പിക്കും വാതത്തെയും കഫത്തെയും. പിന്നെ വസ്തിയിലുണ്ടാകും രോഗങ്ങൾക്കും ഏറെ ഉത്തമം. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പല രോഗങ്ങൾക്കും ചേരുന്നതാണ് കടലാടി. നടുവേദന, നട്ടൽ വേദന, ഇതിലേക്കുള്ള പല മരുന്നുകളിലും കടലാടി ചേരും. കോഴി നെയ്യിലും കോഴി വാറ്റിലും ഒക്കെ ചേരും. പിന്നെ ഒരുപാട് കഷായങ്ങളിലൊക്കെ ചേരുന്നതാണ്. ചിലർ അതിനെടുത്ത് കഷായമായിട്ട് കുടിക്കുന്നവരുണ്ട്, ചൂറൊക്കെ ഉള്ളവർ. പക്ഷേ അത് എല്ലാവർക്കും പിടിക്കില്ല. അങ്ങനെ ഭയങ്കര ഔഷധ ഗുണമുള്ളവരാണ്. അത് ഈ അധികരിച്ച് രക്തസ്രാവമുള്ളവർ അതിൻ്റെ വേരെടുത്ത് അരച്ച് കുടിച്ചാൽ അതും അളവ് അവർക്ക് കുറയുമെന്നാണ് പറയുന്നത്. അത് പോയിട്ട് വേറൊരു പച്ചിലയുണ്ട്, ഇവിടെ എല്ലാം യൂട്യൂബിലെല്ലാം കാണാറ്. അത് മുക്കുറ്റി എന്ന് പറയും. ഈ മുക്കുറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ മുക്കുറ്റിക്ക് വേറെ പേരുണ്ട്. ഈ മുക്കുറ്റി എന്ന് പറയുന്നതിന് മിണ്ടാമടന്ത എന്നാണ് തമിഴ്നാട്ടിൽ പറയുന്നത്. തമിഴിൽ പറയുന്നത് മിണ്ടാമടന്ത, അല്ലെങ്കിൽ തീണ്ട നാഴി എന്നും പറയും. ആ തീണ്ട നാഴി എന്നും പറയും, അതിനെ തീണ്ട പന എന്നും പറയും. ആ മരുന്ന് ആർത്തവം ശുദ്ധീകരിച്ച് പോകുന്നതിലേക്ക്, ആർത്തവം കൂടുതൽ പോകാതിരിക്കാൻ ഉപയോഗിക്കാനാണ് പ്രധാനമായിട്ട് പഴയ ആൾക്കാർ കഴിച്ചിട്ടുള്ളത്. കരിപ്പെട്ടി ചേർത്ത് അവർ പഴയ ആൾക്കാർ ഇതിനെ വെച്ച് പാകം ചെയ്ത് കഴിക്കുക. ഇന്നുള്ളവരാരും ഇത് കഴിക്കാറില്ല. ഇങ്ങനെ ഔഷധങ്ങളെല്ലാം സിദ്ധവൈദ്യത്തിനകത്തും ഇഷ്ടം പോലെ ഉണ്ട്. സിദ്ധത്തിൽ മാത്രമല്ല, ആയുർവേദം ആയുഷിനെ ഉദ്ധരിച്ചതിനാൽ ആയുർവേദം, ജ്ഞാനികളായ സിദ്ധാദിമാരെഴുതിയ, ഇതെല്ലാം അഗസ്ത്യർ എഴുതിയ പാടലിലുള്ളതാണ്. നന്ദി, നടത്തുന്നു.